മാത്രമല്ല, ഞാനിപ്പോൾ അടുത്ത് 5-ാം വാർഡിൽ മത്സരിക്കുന്ന ഷാഫിയാക്കാൻ്റെ ഒരു വീഡിയോ, നമ്മളെല്ലാവരും വീഡിയോ ഇടുന്നുണ്ട്. നമുക്കത് പൊതുവെ പുറത്ത് പ്രവാസികൾ കാണൂല, അവർക്കൊരു സന്തോഷമാണല്ലോ എന്നുള്ള ലെവലിലാണ് എല്ലാവരും ആശയങ്ങൾ എന്ത് ചെയ്യണം പുറത്ത് വരാച്ചിട്ട് നമ്മൾ വീഡിയോ ഇടല്. അപ്പോൾ ഇങ്ങനെ ഷാഫിയാക്കാൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു. ഷാഫിയാക്കാൻ്റെ വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ ഇപ്പോഴത്തെ എനിക്കൊരു പോസ്റ്റ് കണ്ട്. എന്താ വെച്ചാൽ യൂട്യൂബറോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ ഇനി കൊണ്ടുവരാൻ പറ്റുമെന്ന്. ഇനിയിപ്പോൾ ഒന്നും അവർ കൊടുന്നില്ലാന്ന് തന്നെ കരുതിക്കോളി. ഒന്നും കൊടുന്നില്ലെങ്കിലും ഈ കാണുന്ന റോഡ് തന്നെ കൊടുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഷാഫിയാക്കാന്ന് പറഞ്ഞാൽ ഒരു മെമ്പർ പോലും അല്ലായിട്ടോ, ഒരു വാർഡ് മെമ്പർ പോലും അല്ല ഷാഫിയാക്കാന്ന് പറഞ്ഞത്. എന്നിട്ട് ഈ വലിയൊരു റോഡ് കൊടുന്നത്. എൻ്റെ വണ്ടി ഫുൾ ലോഡിലാണ് പോയി കയറുന്നത്. ഏകദേശം 3/4 ലോഡുണ്ട് ദോസ്ത്. അപ്പോൾ എന്നിട്ട് പോലും എൻ്റെ ഇത് കൊടുന്ന്, ഈ സംവിധാനം കൊടുന്ന്. പിന്നെ ഈ സ്റ്റേഡിയം കൊണ്ടുവരുമോ നിങ്ങൾ ചോദിക്കുന്നുണ്ട്. ഷാഫിയാക്ക എന്ന് പറഞ്ഞ വ്യക്തി, അതായത് ബി എത്രമാൻ അവിടെ ഉണ്ടോ, ഷാഫിയാക്ക ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടോ, പൊന്മുണ്ട പഞ്ചായത്ത് കോൺഗ്രസിൻ്റെ കയ്യിലുണ്ടോ, ആ സ്റ്റേഡിയം ഇവിടെ വന്നിരിക്കും. അത് വാക്കാണ്. മൂപ്പരെന്നല്ല, മുമ്പ് ഞാനൊരു വീഡിയോ പറഞ്ഞപ്പോൾ മൂപ്പര് പറഞ്ഞാലും അതിൻ്റെ പേപ്പർ കാര്യങ്ങൾ തിരുവനന്തപുരത്ത് എത്തിക്കണം, ബാക്കി ചെറിയ പരിപാടിയും കൂടി ഉള്ളത്. മൂപ്പർ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടുവിട്ടാ ഈ ബാക്കി പദ്ധതിയും കൂടി എന്ത് ചെയ്യും, ഇവിടെ പൂർത്തീകരിക്കും. അതല്ലാതെ നമ്മളതിൽ മൂപ്പര് തോറ്റത് ഇവിടുത്തെ ജനങ്ങൾക്കാണ് നഷ്ടം. ശരിക്കും ഇത്രയും നല്ലൊരു പ്രവർത്തകനെ തോൽപ്പിച്ചതിൽ ഒരുപാട് ആളുകൾക്ക് പങ്കുണ്ട്. പക്ഷെ എന്തുണ്ട്, അതിൽ ജനങ്ങൾക്കാണ് അതിൻ്റെ നഷ്ടം. ഇവിടുത്തെ ഈ നാട്ടിലെ ജനങ്ങൾക്കാണ് നഷ്ടം. കാരണം കഴിഞ്ഞ 5-ാം വാർഡുമ്പോൾ കൂടി നമ്മളിപ്പോൾ ഈ പോണ ഈ കുണ്ട് ചാടി കരുതാ, അങ്ങനെ ചാടി കഴിച്ച് പോണതാ.